ഒരു വർക്കാണ് എൻ്റെ ഓർമ്മ വരുന്ന ഒരു വർക്ക് എന്ന് പറയുന്നത്. അതേപോലെ നിരവധി വർക്കുകൾ നമുക്ക് കാണാൻ കഴിയും എൻ്റെ പെട്ടെന്നുള്ള ഓർമ്മയിൽ. അപ്പോൾ എങ്ങനെയാണ് ഇന്ത്യയിലെ ഇന്ത്യൻ നാഷണൽ സ്റ്റേറ്റിന്റെ എമർജൻസിനോടൊപ്പം എങ്ങനെയാണ് പേഴ്സണൽ ലോ എന്ന് പറയുന്ന ഒരു ഡൊമൈൻ പാരലി രൂപപ്പെടുകയും അത് ഗ്രാജുവലി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് കടന്ന് പിന്നെ സ്ഥാനം പിടിക്കുകയും ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ട് പഠിച്ച നിരവധി ഹിസ്റ്റോറിയൻസ് ആൻഡ് ലീഗൽ സ്കോളേഴ്സ് ഉണ്ട്. ഞാൻ ആ ഒരു മേഖലയിലേക്ക് കടക്കുന്നില്ല. അപ്പം അതിൻ്റെ പിറകിലുള്ള ഈ ഒരു ചരിത്രം ഒരു ആധുനികമായ ഒരു ചരിത്രമാണ്. അതായത് ഇന്നത്തെ പേഴ്സണൽ ലോൻ്റെ ഒരു തലം എന്ന് പറയുന്ന ആധുനികമായ ഒരു ട്രാൻസ്ഫോർമേഷനാണ്. അത് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിന്ന ഒരു ചരിത്ര പശ്ചാത്തലം അല്ല അതിനുള്ളത്. മറിച്ച് ലോകത്ത് എല്ലായിടത്തും ആ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. കാരണം ആധുനിക രാജ്യങ്ങൾ, ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും ഇന്ന് മോഡേൺ നാഷണൽ സ്റ്റേറ്റ് ആണ്. ഈവൻ സൗദി അറേബ്യ പോലും ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റ് ആണ് എന്ന് പറയുമ്പോൾ പോലും അതൊരു നാഷണൽ സ്റ്റേറ്റ് ആണ്. ഒരു നാഷണലിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആയിട്ടാണ് അത് പൊതുവിൽ പരിഗണിക്കപ്പെടുന്നത്. ഒരു കോൺസ്റ്റിറ്റ്യൂഷനെ ഉള്ള അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങളൊക്കെ ഉള്ള കുറെ കൂടി ആധുനികമായ ഒരു നിയമ സംവിധാനങ്ങളൊക്കെ ഉള്ള ഒരു രാജ്യമാണ് സൗദി അറേബ്യ പോലും. അപ്പം അങ്ങനെയുള്ള രാജ്യങ്ങളിൽ പോലും ശരീഅത്ത് ഒരു അടിസ്ഥാനമായി ഒരു സോഴ്സായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അവയിലൊക്കെ ഒരു പേഴ്സണൽ ലോ എന്ന് പറയുന്ന ഒരു തലം ഉണ്ടായി വന്നിട്ടുണ്ട്. ഈജിപ്തിൽ ഫാമിലി ലോ എന്നാണെന്ന് തോന്നുന്നു, അത് പേഴ്സണൽ ലോ എന്നാണോ, ടൈറ്റിൽ എനിക്ക് ശരിക്കും കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല. എങ്കിലും ആ ഒരു രൂപത്തിൽ പേഴ്സണൽ ലോ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ഒരു സെക്ഷൻ തന്നെ ഇസ്ലാമിക് നിയമങ്ങൾക്ക് ഉണ്ട്. അപ്പൊ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ യഥാർത്ഥത്തിൽ നമ്മുടെ മതജീവിതത്തിനകത്ത് മതം പഠിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ഈ ഒരു ട്രാൻസ്ഫോർമേഷനകത്ത് മാത്രം ഇസ്ലാമിക നിയമങ്ങളെ കാണുന്നതിൽ പരിമിതികളുണ്ട് എന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അതിൽ കൂടുതൽ ആലോചനകൾക്ക് ആവശ്യമില്ല. എന്നാൽ ഞാൻ ഇതിൽ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് പറയുന്നത് കുറച്ചുകൂടി നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ട, അല്ലെങ്കിൽ കുറച്ചുകൂടി ഡീപ്പൺ ചെയ്ത് ആലോചിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതിൽ ഒന്ന്, നമ്മൾ ജീവിക്കുന്നത് അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലേക്ക് ഞാൻ വരികയാണ്. നമ്മളിപ്പോൾ ഇന്ന് ജീവിക്കുന്ന ഒരു കാലഘട്ടം, ഒരു കണ്ടംപററി ടൈമിനെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് നമ്മളൊരു സെക്യുലർ സൊസൈറ്റിയാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഇപ്പോൾ പ്രസിദ്ധ ഫിലോസഫറായിട്ടുള്ള ചാൾസ് ടൈലറിൻ്റെ സെക്യുലർ ഏജ് എന്ന് പറയുന്ന ഒരു പുസ്തകം ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയുമായിരിക്കും. അദ്ദേഹം പറയുന്നത് സെക്യുലർ ഏജ് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. സെക്യുലർ ഏജ് എന്ന് പറയുമ്പോൾ അവിടെ മതങ്ങൾ കംപ്ലീറ്റ്ലി എന്താ പറയാ, അതിൻ്റെ ഹോൾഡ് നഷ്ടപ്പെട്ടു എന്നത് മാത്രമല്ല, മറിച്ച് ഒരു പുതിയ ഒരു സാമൂഹിക കാഴ്ചപ്പാട് തന്നെ രൂപപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. ഇപ്പോൾ മധ്യകാലഘട്ടത്തിൽ അല്ലെങ്കിൽ പ്രീ മോഡേൺ ടൈംസിൽ റിലീജിയൻ എന്ന് പറയുന്നത് ഇറ്റ് വാസ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ റിയാലിറ്റി. ബിലീഫ് എന്ന് പറയുന്നത് നമ്മുടെ റിയാലിറ്റിയെ മനസ്സിലാക്കുന്നതിൻ്റെ ഒരു ഫൗണ്ടേഷനായിട്ട് ഉണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു. ആധുനിക അല്ലെങ്കിൽ മോഡേൺ ടൈമിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു സെക്യുലർ രൂപത്തിലേക്ക് മാറുമ്പോൾ, റിലീജിയൻ ഈസ് വൺ ഓഫ് മെനി തിങ്സ് എന്ന രൂപത്തിലേക്ക് ട്രാൻസ്ഫോം ആവുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ പൊളിറ്റിക്സ് ഉണ്ട്, നമുക്ക് എക്കണോമിക്സ് ഉണ്ട്, നമുക്ക് റിലീജിയൻ എന്ന് പറയുന്നത് എല്ലാവർക്കും റിലീജിയസ് അല്ലാതെ തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റും. അപ്പോൾ റിലീജിയൻ എന്ന് പറയുന്നത് ഒരു ചോയ്സ് എന്നൊക്കെ പറയാൻ പറ്റുന്ന, അവരുടെ ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന എന്ന തലത്തിലേക്ക് ഒതുങ്ങിയ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുണ്ടായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, റിലീജിയൻ ഈസ് നോട്ട് ദി ഡിഫാൾട്ട് സ്പേസ്. റിലീജിയൻ എന്ന് പറയുന്നത് ഒരു സൊസൈറ്റിയുടെ ഒരു ഇമാജിനേഷനിൽ ഒരു ഡിഫാൾട്ടായിട്ടുള്ള ഒരു സംഗതിയല്ല. മധ്യകാലത്തിൽ അങ്ങനെയായിരുന്നു. റിലീജിയസ് ആവുക എന്നുള്ളത് അതാണ് അവരുടെ ഒരു വേൾഡ് വ്യൂവിനൊക്കെ നിർണ്ണയിച്ചിരുന്നത്. ഇന്ന് നമ്മുടെ സമൂഹത്തെ കാറ്റഗറൈസ് ചെയ്യുന്നത് ശരിക്ക് നമ്മളൊരു സെക്യുലർ സൊസൈറ്റിയാണ്. റിലീജിയൻ അതിനകത്ത് പ്രവർത്തിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ റിലീജിയനെ ഫോളോ ചെയ്യാനും ഫോളോ ചെയ്യാതിരിക്കാനും, അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള ഒരു ബിലീഫ് സിസ്റ്റത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള
എവരിഡേ അല്ല നമ്മുടെ ഒരു എവരിഡേ എന്ന് പറയുന്നത്. പലപ്പോഴും ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് ഇതാണ്. ചാൾസ് ടൈലർ പറയുന്ന ഒരു സെക്യുലർ ഏജ്, ഒരു ഇമ്മിനന്റ് ഫ്രെയിം എന്നൊക്കെ പറയുന്ന അദ്ദേഹം പറയുന്ന ഒരു സെക്യുലർ സൊസൈറ്റി അകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് ഒരു നാഷണൽ സ്റ്റേറ്റിനകത്ത്, ഒരു നാഷണൽ സ്റ്റേറ്റിനോടൊപ്പം തന്നെ ഒരു പൊളിറ്റിക്കൽ മോഡേണിറ്റിയോടൊപ്പം തന്നെ ഉണ്ടായി വന്ന ഒരു കോണ്ടെക്സ്റ്റ് ആണ്, ഒരു കണ്ടംപററി ഒരു ടൈമാണ്. ഈ ടൈമിനകത്ത് നമ്മൾ പക്ഷേ നമുക്കറിയാവുന്നത് നമ്മൾ പലപ്പോഴും നമ്മൾ ആ രൂപത്തിൽ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ആയ ഒരു കമ്മ്യൂണിറ്റി ഒന്നുമല്ല. നമ്മൾ എന്താ പറയുക, ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ചോയ്സ് അല്ല, നമുക്കൊരു എന്താ പറയുക, നമുക്കൊരു നെസസറിയാണ് ആക്ച്വലി, നമുക്കൊരു ചോയ്സ് അല്ല. അപ്പോൾ ഈ ചോയ്സ് നെസസറി എന്ന് പറയുന്ന ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. അതായത് ഇസ്ലാം എന്ന് പറയുമ്പോൾ നമുക്കതൊരു നെസസറി ആവുകയും അതേ സമയത്ത് പുറത്തതൊരു ചോയ്സായി മാറുകയും ചെയ്യുന്ന ഒരു പ്രത്യേക തരം സാഹചര്യം ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ പേഴ്സണൽ ലോനെ മനസ്സിലാക്കേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ നമ്മൾ പേഴ്സണൽ ലോ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ സാധാരണ ഇപ്പോൾ പേഴ്സണൽ ലോയുമായി ബന്ധപ്പെട്ട പല ഇഷ്യൂസും നമ്മളെ പിന്നെ പബ്ലിക് സ്ഫിയറിൽ മെയിൻ സ്ട്രീമിലൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ നിഖാബുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, വളരെ റീസെൻ്റായിട്ട് മുനമ്പം വഖഫുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇതിലൊക്കെയുള്ള ഒരു തലം തോന്നി വെച്ചാൽ നമ്മളെന്താണോ പറയുന്നത് അത് ഒരു മെയിൻ സ്ട്രീം കമ്മ്യൂണിറ്റിക്ക് മനസ്സിലാവില്ല. മെയിൻ സ്ട്രീം കമ്മ്യൂണിറ്റി എന്താണോ പറയുന്നത് അത് നമുക്കറ്റെ അതായത് രണ്ട് ഡിസ്കസീവ് ആയിട്ടുള്ള രജിസ്റ്ററിലാണ് അത് കിടക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. നിങ്ങൾക്ക് തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താം. അതായത് ഇപ്പോൾ നമ്മൾ പിന്നെ ഒരു സ്റ്റേറ്റിസ്റ്റ് പെർസ്പെക്റ്റീവിൽ വഖഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്ലാമിക വ്യവഹാരത്തിനകത്ത് വഖഫ് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് വരുന്ന ഒരുപാട് മീനിങ്സ് ഉണ്ട്. ആ മീനിങ് ഇപ്പം ഒരു സ്റ്റേറ്റിസ്റ്റ് പെർസ്പെക്റ്റീവിൽ വഖഫ് എന്ന് പറഞ്ഞ ഒരു വഖഫ് ബോഡി അതൊരു മോഡേൺ ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ്. പക്ഷേ നമുക്ക് ഇസ്ലാമിക് വഖഫിനകത്ത് അത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു രൂപത്തിലാണ് അത് ഹിസ്റ്റോറിക്കലി അത് കിടക്കുന്നത്. അതിപ്പോൾ ഇസ്ലാമിനകത്ത് തന്നെ ഒരു സിംഗിൾ ഹിസ്റ്ററി അല്ല ഉള്ളത്, ഇതിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഹിസ്റ്ററികൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ എങ്കിലും അത് പ്രതിനിധാനം ചെയ്യുന്ന ഒരു തലം ആധുനിക കാലഘട്ടത്തിൽ പൊളിറ്റിക്കൽ മോഡേണിറ്റിക്കകത്ത്, ഒരു മോഡേൺ നാഷണൽ സ്റ്റേറ്റിനകത്ത്, ഒരു സെക്യുലർ സൊസൈറ്റിക്കകത്ത് വളരെ ഡിഫറൻ്റ് ആയിട്ടാണ് അത് പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് പേഴ്സണൽ ലോ എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നിഖാബുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കർണാടകയിലൊക്കെ നടന്ന നിഖാബുമായി ബന്ധപ്പെട്ട പിന്നെ സ്കൂളിൽ നിഖാബ് ധരിക്കണോ വേണ്ടയോ എന്നുള്ള ചർച്ചകളിലൊക്കെ അതും അതിനും അപ്പുറത്തും എപ്പോഴും നിഖാബ് എപ്പോഴും എയറിൽ നിൽക്കുന്ന ഒരു വിഷയമാണ്. നിഖാബ് ആവട്ടെ, സ്ത്രീകളുടെ വസ്ത്രമാവട്ടെ, ഇറ്റ്സ് ആൻ ഒബ്ജക്റ്റ് ഓഫ് ഡിസ്കഷൻ എവറി ടൈം. അപ്പോൾ ഈ മുസ്ലിം സ്ത്രീയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ഡിഫെൻസീവ് പോയിന്റ്, അല്ലെങ്കിൽ നമ്മൾ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് മോഡേണിറ്റി നമുക്ക് തന്ന ചില എന്താ പറയുക കോൺസെപ്റ്റുകൾ തന്നെയാണ്. ഉദാഹരണത്തിന് റൈറ്റ്, അല്ലെങ്കിൽ ചോയ്സ്, പിന്നെ അതേപോലുള്ള ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്നൊക്കെ പറയാൻ പറ്റും. ഇതൊക്കെ മോഡേണിറ്റി നമുക്ക് ഉണ്ടാക്കി തന്ന കുറച്ച് സംഗതികളാണ്. അപ്പോൾ പിന്നെ നിഖാബ് ധരിക്കുക എന്നുള്ളത് നമ്മുടെ റൈറ്റാണ്. മുസ്ലിം സ്ത്രീകൾക്ക് ഫ്രീഡം ഇല്ലേ? അവർക്ക് പിന്നെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഇല്ലേ? അതായത് നമ്മളെന്താണ് നമ്മുടെ ഒരു പബ്ലിക് വ്യവഹാരങ്ങളിൽ നമ്മൾ എടുക്കുന്ന ഒരു ഡിഫെൻസീവ് സ്റ്റാൻഡ് എപ്പോഴും ആ പബ്ലിക് വ്യവഹാരത്തിനകത്ത്, ആ ഒരു കാറ്റഗറിക്ക് അകത്ത് ആണ് ഇസ്ലാമിക് കാര്യങ്ങൾ നമ്മൾ പ്ലേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അത് നമ്മളൊരു ഡിഫെൻസീവ് പോയിന്റാണ്, അങ്ങനെ ചെയ്യേണ്ടെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കുകയും അങ്ങനെ ഇസ്ലാമിക നിയമത്തിൻ്റെ ആ ഒരു തലത്തിലുള്ള ഒരു ആലോചനയിൽ നമ്മൾ പങ്കുകാരാവുകയും ചെയ്യുന്നു. എന്നാൽ അതേ സമയത്ത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ദർസിൽ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിക്കകത്ത് ജീവിക്കുമ്പോഴൊക്കെ പലപ്പോഴും നമ്മൾ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ വെച്ച് പുലർത്തുന്നത്. കാരണം ഇപ്പം നിഖാബ് ധരിക്കുക എന്നുള്ളത് ഒരു നെസസിറ്റി ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അതൊരു ചോയ്സ് ആയിട്ടല്ല. അവിടെ നമ്മൾ ഡിഫെൻസീവ് പോസ്റ്റിലല്ല ഉള്ളത്, നമ്മളൊരു എത്തിക്കൽ ഒരു പേഴ്സ്പെക്റ്റീവിലാണുള്ളത്. അതായത് നമ്മളറിഞ്ഞാൽ ആരാണ്, നമ്മളും പടച്ചവനും തമ്മിലുള്ള ബന്ധം എന്താണ്, നമ്മുടെ ലൈഫിനെ ചൂഴ്ന്നു നിൽക്കുന്ന രൂപം എന്താണ്,
ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അതൊരു ചോയ്സ് ആണോ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലേക്ക് വരികയാണ്. അപ്പം എൻ്റെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു ഒരു പബ്ലിക് ലെവലിൽ നമ്മൾ സെക്യുലർ സൊസൈറ്റി ആയിട്ട് നമ്മൾ രൂപാന്തരപ്പെട്ടിട്ടുണ്ടെങ്കിലും പല സെക്യുലർ റിക്വയർമെന്റ്സുകളെയും നമ്മൾ ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ പലപ്പോഴും ഇൻഹെറിറ്റ് ചെയ്ത സെക്യുലർ സൊസൈറ്റി എന്നുള്ള നിലയ്ക്ക് നമ്മൾ മുസ്ലിം കമ്മ്യൂണിറ്റി പോലും ഇൻഹെറിറ്റ് ചെയ്ത ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഡിസ്റ്റിങ്ഷൻ എന്ന് പറയുന്ന ഒരു തലമാണ്. പബ്ലിക്കലി നമ്മളിങ്ങനെ ആയിരിക്കണം, പ്രൈവറ്റ്ലി അപ്പോൾ നമ്മൾ പബ്ലിക്കലി നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റും പ്രൈവറ്റ് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുമായിട്ടാണ് പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ പബ്ലിക് ഡിബേറ്റിനകത്താണ്, അല്ലെങ്കിൽ ഒരു പബ്ലിക് മാനിഫെസ്റ്റേഷനകത്താണ് പേഴ്സണൽ ലോയുടെ സ്കോപ്പിനകത്ത് ഡിബേറ്റ്സുകളിൽ നമ്മൾ എൻഗേജ് ആവുന്നത്. ഇസ്ലാമിക് ലോ എന്ന് നമ്മൾ വിളിക്കേണ്ടി വരുന്നത്, നമ്മളൊരു പ്രൈവറ്റ് ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ ഇസ്ലാമിക് ലോ എന്ന് വിളിക്കുന്നതിലുള്ളൊരു പരിമിതികളുണ്ട്, പല രൂപത്തിലുള്ള പരിമിതികൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ തലത്തിൽ നിന്ന് ആലോചിക്കുമ്പോൾ 2 സബ്ജക്റ്റ് പൊസിഷനുകൾ എമർജ് ചെയ്ത് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇസ്ലാമിക നിയമം എന്ന് നമ്മൾ വിളിക്കുന്ന സംഗതിയെ ഞാനതിൻ്റെ ട്രാൻസ്ലേഷൻ പ്രോബ്ലത്തിലേക്കല്ല പോകുന്നത്. പല ആളുകളും ഇപ്പോൾ വായിൽ ബി ഹല്ലാക്കിനെ പോലുള്ള അല്ലെങ്കിൽ ബാബർ ജൊഹാൻസിനെ പോലുള്ള പല ആളുകളും അല്ലെങ്കിൽ ജോസഫ് ശാസ്ത്ര മുതൽ എല്ലാവരും ആ ഒരു പ്രോബ്ലം അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അതായത് ഇസ്ലാമിക നിയമം ശരീഅത്തിനെ നമുക്ക് ലോ എന്ന് വിളിക്കാൻ പറ്റുമോ, എന്തുകൊണ്ട് വിളിക്കാൻ പറ്റും, എന്തുകൊണ്ട് വിളിക്കാൻ പറ്റില്ല? ചില ആളുകൾ ഇപ്പോൾ ശാസ്ത്രത്തിൻ്റെ ഒക്കെ വാദം അനുസരിച്ച്, അത് ഓറിയന്റലിസ്റ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒക്കെ ജർമ്മൻ ഓറിയന്റലിസ്റ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒക്കെ വാദം അനുസരിച്ച് ഇസ്ലാമിക് ശരിയ എന്ന് പറയുന്നത് ഒരു ലോ അല്ല, അതൊരു എത്തിക്സ് ആണ്. അത് ശരിയാന്ന് പറയുമ്പോൾ ലോൻ്റെ ഒരു ക്വാളിറ്റി ഒന്നും അതിലില്ല. അത് പലപ്പോഴും ഇൻഡിവിജ്വലിനൊക്കെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരാളെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ ഇപ്പോൾ ഖിസാസിൻ്റെ ഒക്കെ അവസരങ്ങളിൽ പലപ്പോഴും ഈ പരസ്പരം കൊലപാതകങ്ങൾ, ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അതിന് ശിക്ഷ പറയുന്നിടത്ത് ഇപ്പോൾ അവിടെ ദിയത്തൊക്കെ കൊടുക്കുക തുടങ്ങിയ സംഗതികളുണ്ടല്ലോ. അപ്പോൾ അവിടെ ഈ ആരാണ് അഫക്റ്റഡ് ആയിട്ടുള്ള പാർട്ടി, അവർ വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതിലുള്ള ശിക്ഷ വിധികളിലൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും. പക്ഷെ ആധുനിക ഒരു മോഡേൺ സിസ്റ്റത്തിനകത്ത് ശരിക്കും ഒരു ക്രിമിനൽ ലോനകത്ത് ശരിക്കും സ്റ്റേറ്റ് തന്നെയാണ് ഇതിൻ്റെ പ്രോസിക്യൂട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം എന്താണെന്ന് വെച്ചാൽ, ഇസ്ലാമിക നിയമങ്ങൾ വ്യക്തി അധിഷ്ഠിതമാണ് കുറേ കൂടി എന്നുള്ളതാണ് മൂപ്പരവാദം. അതുകൊണ്ട് തന്നെ വ്യക്തികൾക്കനുസരിച്ച് മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു എന്താ പറയുക, നമ്മുടെ അഖലാഖുമായി ഒക്കെ ബന്ധപ്പെട്ട ആ ഒരു തലമാണ് അതിലുള്ളത്. അതുകൊണ്ട് അതൊരു ഇസ്ലാമിക് ശരീഅത്തിനെ അല്ലെങ്കിൽ ഫിഖ്ഹിനെ നമുക്ക് ലോ എന്ന് വിളിക്കുന്നതിൽ പരിമിതി ഉണ്ട് എന്നുള്ളതാണ് മൂപ്പരവാദം. ആ സമയത്ത് അതിന് റെസ്പോണ്ട് ചെയ്തുകൊണ്ട് പല ആളുകളും, ബാബർ ജോഹാൻസിനെ പോലുള്ള പല ആളുകളും ഇസ്ലാം ശരീഅത്ത് എന്ന് പറഞ്ഞാൽ എത്തിക്സ് മാത്രമല്ല, അത് ലോ കൂടിയാണെന്ന് പറയുന്നുണ്ട്. ഞാൻ അതിൻ്റെ എങ്ങനെയാണ് ആ ഡിസ്കഷൻ നടന്നത് എന്നത് സൂചിപ്പിക്കാൻ വേണ്ടി പറയാണ്. അതായത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ, ശരീഅത്ത് എന്ന് പറഞ്ഞാൽ ലോ പ്ലസ് എത്തിക്സ് ആണ് എന്നുള്ളൊരു വാദം പിൽക്കാലത്ത് എമർജ് ചെയ്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് ഇസ്ലാം എന്ന് പറയുന്നത് ലോ ആണോ, ശരീഅത്ത് എന്ന് പറയുന്നത് ലോ ആണോ എത്തിക്സ് ആണോ എന്ന ചോദ്യത്തിന് അപ്പുറത്ത് ശരിക്കും ഈ നമ്മൾ മനസ്സിലാക്കി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ആധുനികമായ ഒരു സെക്യുലർ കോണ്ടെക്സ്റ്റ് ഉണ്ടാക്കിയെടുത്ത ചില കണ്ടീഷനുകൾക്കകത്ത് ലോ എന്നും എത്തിക്സ് എന്നും വിളിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് ശരീഅത്ത് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നതിന് ചുരുക്കം. അപ്പോൾ ആ ഒരു കണ്ടീഷനകത്ത് ജീവിക്കുന്ന സമൂഹം എന്നുള്ള നിലയ്ക്ക് ഒരു പരിധിവരെ സെക്യുലർ സൊസൈറ്റി എന്നുള്ള രൂപത്തിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളും 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് പൊസിഷനിലാണ് പലപ്പോഴും നിൽക്കുന്നത് എന്നുള്ളത്. പബ്ലിക്ലി പ്രൈവറ്റ്ലി ഒക്കെ നമ്മൾ ഇടപെടുമ്പോൾ 2 രൂപത്തിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ ശരീഅത്തുമായി ഉണ്ടാക്കുന്നത്. അത് നമ്മളെ ഒരു കണ്ടീഷൻ നമുക്ക് ഉണ്ടാക്കിയെടുത്ത ഒരു രൂപമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പ്രശ്നമല്ല, ഞാൻ ആ ഒരു സംഗതിനെയാണ് ഞാൻ കൂടുതൽ ആലോചിക്കുന്നത്. എന്താണ് ഈ 2 സബ്ജക്റ്റ് പൊസിഷനുകൾ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്?
ഈ ഒരു രണ്ട് സബ്ജക്റ്റ് പൊസിഷൻ ഉണ്ടാവുന്നതും അതുവഴി നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ഉണ്ടാകുന്ന ടെൻഷനുകളൊക്കെ ഒരു മോഡേണിറ്റിയുടെ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. അത് വേറൊരു വിഷയം. ഇപ്പോൾ പോസ്റ്റ് കൊളോണിയൽ തിങ്കേഴ്സ് ആയിട്ടുള്ള പല ആളുകളും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫ്രാൻസ് ഫാനനെ പോലുള്ള ആളുകൾ, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഡീകൾച്ചറൈസേഷൻ തിയറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു തിയറി ഉണ്ട്. അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഈ കോളനൈസേഷന് ശേഷം കോളനൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി അവരുടെ കൾച്ചറിനെ കംപ്ലീറ്റ് തകർക്കുക മാത്രമല്ല ശരിക്കും ഈ കോളനൈസിങ് ആയിട്ടുള്ള സ്റ്റേറ്റ് ചെയ്യുന്നത്, മറിച്ച് അവരെ കംപ്ലീറ്റ്ലി, അവരുടെ കൾച്ചറിനെ കംപ്ലീറ്റ്ലി എന്താ പറയുക, ഡീസ്റ്റെബിലൈസ് ചെയ്യുകയും അതിനെ സ്വന്തമായി ജീവിക്കാൻ കഴിയാത്ത രൂപത്തിൽ അതിനെ ട്രാൻസ്മ്യൂട്ടേഷന് വിധേയമാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് അദ്ദേഹം ഡീകൾച്ചറൈസേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഒരു ഒരു കോളനൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി എപ്പോഴും അവരുടെ കൾച്ചർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു അഗണിയിലായിരിക്കും, ഒരു ലിവിങ് ഗോസ്റ്റ് പോലെ. ഞാനൊരു മനസ്സിലാൻ പറ്റുന്ന രൂപത്തിൽ പറയുകയാണെങ്കിൽ, ഇപ്പം ഇന്ത്യയിൽ ഹിന്ദുത്വ രാഷ്ട്രീയം ശക്തിപ്പെട്ടു വരുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പം ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ വേര് കിടക്കുന്നത് ശരിക്കും ഹൈന്ദവ ദർശനങ്ങളിലാണ് എന്ന് വേണമെങ്കിൽ വാദിക്കാവുന്നതാണ്. അവരതിൻ്റെ സോഴ്സ് കണ്ടെത്തുന്നത് ഹൈന്ദവ ദർശനങ്ങളിലാണ്. അപ്പോൾ ഹിന്ദുത്വ എന്ന് പറയുന്നത് ഒരേ സമയം ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ്, എന്നാൽ അതേ സമയത്ത് അതിൻ്റെ വേരുകൾ കിടക്കുന്നത് ഒരു ഹിന്ദു ട്രഡീഷൻ അകത്തുകൂടിയാണ്. അപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാനൻ്റെ ഒക്കെ ഈ ഒരു കാഴ്ചപ്പാടിൽ നമുക്കൊരു ഡീകൾച്ചറൈസേഷനാണ് അവിടെ നടക്കുന്നത്. അതായത് ഈ മോഡേൺ പൊളിറ്റിക്കൽ സ്റ്റേറ്റിനകത്ത്, മോഡേൺ നാഷണൽ സ്റ്റേറ്റിനകത്ത് ഉണ്ടായി വന്ന ഒരു പ്രത്യേക സാഹചര്യം ഉപയോഗപ്പെടുത്തി കൾച്ചറിന്, അതായത് ഒരു നാഷണൽ സ്റ്റേറ്റിൻ്റെ ഒരു ബിൽഡിങ്ങിൽ തന്നെ എന്താ പറയുക, ഇൻഡിജീനിയസ് ആയിട്ടുള്ള കൾച്ചറുകളൊക്കെ വളരെ ഡിഫറൻ്റ് ആയ രൂപത്തിൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അത് ഒരുപാട് പ്രയാസങ്ങൾ കമ്മ്യൂണിറ്റി ലെവലിൽ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തെ ആ ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ശരിക്കും നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന, അപ്പോൾ നമ്മുടെ ഒരു കണ്ടംപററി ലെവലിൽ ഇപ്പോൾ ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് നമുക്കൊരുപാട് പ്രതിസന്ധികളുണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പബ്ലിക്കലി പറയാൻ പറ്റില്ല, കുറേ കാര്യങ്ങൾ നമ്മൾ പ്രൈവറ്റാക്കി പറയേണ്ടി വരും. ഇങ്ങനെയുള്ള ഒരുപാട് പ്രയാസങ്ങളെ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഒരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സെക്യുലർ ഒരു കണ്ടീഷനിങ് ആണ്. ഈ സെക്യുലർ കണ്ടീഷനിങ്ങിനകത്ത് ഒരേ സമയം നമ്മൾ സെക്യുലർ കാര്യങ്ങൾ ചെയ്യേണ്ടി വരികയും ചെയ്യുന്ന ഈ ഒരു ഡബിൾ ഡിലേമ ഉണ്ടല്ലോ, അതായത് ഡബിൾ പൊസിഷനാലിറ്റി, ഞാൻ ആ ഒരു പ്രോബ്ലത്തിലേക്കാണ്, അതൊരു പ്രോബ്ലം ആയിട്ടല്ല, ആ ഒരു കണ്ടീഷനിലേക്കാണ് ഞാൻ വരുന്നത്. എന്താണ് ഈ ഒരു കണ്ടീഷൻ? ഈ കണ്ടീഷനകത്ത് എവിടെയാണ് മുസ്ലിം സെൽഫ് കിടക്കുന്നത്? മുസ്ലിം സെൽഫ് എന്ന് പറഞ്ഞാൽ എന്താണ് മുസ്ലിം സെൽഫ് ഈ ഒരു കോണ്ടെക്സ്റ്റിനകത്ത് എന്നൊരു ആലോചനയാണ് അതായത് ഇപ്പോൾ ഇവിടെ ഈ രണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് ഡിസ്കസീവ് രജിസ്റ്ററിനകത്തും രണ്ട് രൂപത്തിലാണ് സെൽഫ് ഓർഗനൈസ് ചെയ്യപ്പെടുന്നത്. ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിലിങ്ങിലേക്ക് പോകുന്നില്ല. പക്ഷേ ഈ രണ്ട് സെൽഫ് ഈ രണ്ട് രൂപത്തിൽ കിടക്കുമ്പോൾ എങ്ങനെയാണ് പലപ്പോഴും ഇത് നമ്മിൽ ഒരുപാട് കൺഫ്യൂഷനുകൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഞാനൊരു വളരെ റീസെൻ്റ് ആയിട്ടുള്ള, വളരെ റീസെൻ്റ് അല്ല എങ്കിലും നമ്മൾ അടുത്ത കാലത്തൊക്കെ കേട്ട ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ടിട്ട് ഷുക്കൂർ വക്കീൽ ഉയർത്തിക്കൊണ്ടുവന്ന കുറച്ച് വിവാദങ്ങൾ നമ്മുടെയൊക്കെ ഓർമ്മയിലുണ്ടാവും. അദ്ദേഹത്തിൻ്റെ മക്കൾ 3 പെൺകുട്ടികളായതുകൊണ്ട് അത് സ്വത്ത് അദ്ദേഹത്തിൻ്റെ കാലശേഷം അത് മറ്റ് അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരിലേക്ക് അതിൻ്റെ ഒരു വിഹിതം പോകുന്നത് തടയുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയ ചില കാട്ടിക്കൂട്ടലുകൾ, ഇപ്പോൾ മാരേജ് ആക്ട് പ്രകാരം വിവാഹം കഴിക്കുക, സ്പെഷ്യൽ മാരേജ് ആക്ട് എന്ന് പറയുന്ന 1954 സ്പെഷ്യൽ മാരേജ് ആക്ട് എന്ന് പറയുമ്പോൾ അത് മുസ്ലിം പേഴ്സണൽ ലോൻ്റെ അകത്ത് ഇസ്ലാമായിട്ട് വിവാഹം കഴിക്കുന്നവർക്ക് അങ്ങനെ കഴിക്കാം, അല്ലാത്തവർക്ക് സെക്യുലർ സ്റ്റേറ്റ് അനുവദിച്ചു കൊടുക്കുന്ന ഒരു നിയമപ്രാബല്യമാണ്. ആ പ്രാബല്യത്തിനകത്ത് വിവാഹം കഴിക്കുമ്പോൾ
മക്കൾക്കായിരിക്കും സ്വത്ത്. അത് പിന്നെ ഇസ്ലാമിക ഇൻഹെറിറ്റൻസ് അവിടെ ബാധകമാവില്ല. അപ്പോൾ കോർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ബാധകമാവില്ല. അതിന് പിന്നെ എൻ്റെ പോയിന്റ് ഇതാണ്. ഷുക്കൂർ വക്കീൽ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ഷുക്കൂർ വക്കീലിൻ്റെ കേസ് ഞാൻ പറയുന്നത് നമ്മൾ കണ്ടംപററി ആയിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല ചലഞ്ചസുകളിൽ ഒരു എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഷുക്കൂർ വക്കീൽ അവിടെ അതിന് ഉപയോഗിക്കുന്ന കുറേ റീസണിങ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇസ്ലാമിക് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ആധുനികമാവണം. നമ്മുടെ ഒരു പിന്നെ മുസ്ലിം എന്താ പറയുക, സ്ത്രീകൾക്ക് കുറച്ചുകൂടി ഡിഗ്നിറ്റി അനുവദിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ സ്ത്രീയുടെ ഒരു ഡിഗ്നിറ്റി റൈറ്റ്സിനൊക്കെ വയലേറ്റ് ചെയ്യുന്ന ചില തലങ്ങൾ ഇസ്ലാമിക നിയമങ്ങൾക്കുണ്ട്. അതേ സമയത്ത് അദ്ദേഹത്തിന് കംപ്ലീറ്റ്ലി ഒരു നോൺ ഇസ്ലാമിക് ആയിട്ടുള്ള ഒരു ഇതിലേക്ക് പോകണം എന്ന് ആഗ്രഹമില്ല. അല്ല, അങ്ങനെ കംപ്ലീറ്റ്ലി ഒരു നോൺ മുസ്ലിം ആവുക, ഒരു ഇസ്ലാമിനെ കംപ്ലീറ്റ്ലി ഉപേക്ഷിക്കുക, അങ്ങനെയൊന്നും അദ്ദേഹം പറയുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. മറിച്ച് അത് ഇസ്ലാമിക നിയമങ്ങൾ പരിഷ്കരിക്കണം. അത് ആധുനികമായ പല കാഴ്ചപ്പാടുകളോടും അത് വിയോജിക്കുന്നത് കൊണ്ട് ആ രൂപത്തിൽ അതിനെ പരിഷ്കരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ ഒരേ സമയം മുസ്ലിം ആവുകയും മുസ്ലിം ആകുമ്പോൾ അതിൽ ഉണ്ടായി വരുന്ന പല നിയന്ത്രണങ്ങളും തടസ്സങ്ങളും ആധുനികമായ ഒരു കമ്മ്യൂണിറ്റി എന്നുള്ളത്, അതായത് ഒരേ സമയം രണ്ട് പൊസിഷനാലിറ്റിയാണ് അദ്ദേഹത്തിൻ്റെ രീതിയിൽ വരുന്നത്. പലപ്പോഴും ഈ ഒരു രണ്ട് പൊസിഷനാലിറ്റി നമ്മുടെയും പല ഇടപെടലുകളിൽ നമുക്ക് വരുന്നുണ്ട്. പക്ഷെ പലരും പല രൂപത്തിലാണ് അതിനെ എൻഗേജ് ചെയ്യുന്നതെന്നാണ് നമുക്കറിയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ പ്രൈവറ്റ്ലി നമ്മുടെ ഒരു 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 പ്രൈവറ്റ് സ്ഫിയറിൽ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ ഉദ്ദേശിച്ചത്. പ്രൈവറ്റ് ലൈഫ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റുമായി എൻഗേജ് ചെയ്ത് വരാത്ത അല്ലെങ്കിൽ മെയിൻ സ്ട്രീമുമായി എൻഗേജ് വരാത്ത ഇടങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ഇസ്ലാമിക നിയമത്തിൻ്റെ ഒരു തലത്തിൽ കൂടെ തന്നെയാണ് ഇസ്ലാമിനെ നമ്മൾ മനസ്സിലാക്കുന്നതും പരിചയപ്പെടുത്തുന്നതും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതും. അതേസമയത്ത് ഒരു പബ്ലിക് ഇപ്പോൾ ഒരു കോർട്ടിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിലോ അല്ലെങ്കിൽ ഒരു മീഡിയ കോണ്ടെക്സ്റ്റിലോ ഒരു ഡിഫെൻഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുമ്പോഴോ നമ്മൾ പലപ്പോഴും മറ്റൊരു സബ്ജക്റ്റ് പൊസിഷനിലേക്ക് മാറുകയും നേരത്തെ പോലെ ചോയ്സ്, റൈറ്റ് തുടങ്ങിയ ലാംഗ്വേജുകൾ ഉപയോഗിച്ച് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഈ രണ്ട് പൊസിഷനാലിറ്റി പരസ്പരം പല രൂപങ്ങളിൽ ഉണ്ടാക്കുന്ന കോൺട്രാഡിക്ഷൻസ്, കൺഫ്യൂഷൻസ്. മൈക്കൽ ലാംബക്ക് എന്ന് പറയുന്ന പ്രസിദ്ധനായിട്ടുള്ള ആന്ത്രപ്പോളജിസ്റ്റ് അതിനെക്കുറിച്ച് പറയുന്നത് പിന്നെ കാറ്റഗറി മിസ്റ്റേക്ക് എന്ന് പറയുന്നുണ്ട്. അതായത് ഒരു കോൺസെപ്റ്റ് അതിനെ അപ്രോപ്രിയേറ്റ് അല്ലാത്ത മറ്റൊരു സ്ഥലത്ത് വരുമ്പോൾ അതുണ്ടാക്കുന്ന ഇഫക്റ്റ്, പിന്നെ കോൺട്രാഡിക്ഷൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പിന്നെ മിസ്റ്റേക്കായിട്ട് ഫാലസികളായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നതെന്ന് പറയാൻ വേണ്ടി സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. അപ്പോൾ ആ ഒരു തലത്തിൽ ആണ് നമ്മുടെ സബ്ജക്റ്റ് പൊസിഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പിന്നെ ഇസ്ലാമിക നിയമം കണ്ടംപററി ഇന്ത്യയിൽ ഞാൻ ചെയ്യാണ്. കണ്ടംപററി ഇന്ത്യയിൽ ഇസ്ലാമിക നിയമം അല്ലെങ്കിൽ ഇസ്ലാമിക് ലോ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരേ സമയം പേഴ്സണൽ ലോൻ്റെ ഒരു പെർസ്പെക്റ്റീവിലൂടെയും അതേസമയം ശരീഅത്തിൻ്റെ ഒരു പെർസ്പെക്റ്റീവിലൂടെയും ആലോചിക്കുകയും ഇവർ തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു കൊളീഷൻ്റെ അകത്ത് പെടുകയും അത് പലപ്പോഴും ഒന്നൊന്നിനോട് വിരുദ്ധമാവുകയോ ചില സമയത്ത് വിരുദ്ധമാവാതെ വളരെ ടോളറേറ്റ് ആയിട്ട് പോവുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമുക്കുള്ളത്. അങ്ങനെയാണ് നമ്മുടെ ഇസ്ലാമിക് ലൈഫ് ഇന്ന് ഓർഗനൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതാണ് ഇന്നത്തെ ഒരു 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 ഇസ്ലാമിക് വേ ഓഫ് ലൈഫ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ശരീഅത്ത് ഈ ഒരു തലത്തിൽ നിന്ന് ആലോചിക്കുമ്പോൾ എന്താണ് ശരിക്കും ഇസ്ലാമിക് നിയമം ആസ് എ പ്രാക്ടീസ് എന്ന നിലയ്ക്ക് ഏത് രൂപത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒരു മൊത്തത്തിലൊരു അട്ടർ കൺഫ്യൂഷൻ ഉണ്ട്. അതിനെങ്ങനെയാണ് ഡീൽ ചെയ്യുക എന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ ആ ഒരു പ്രോബ്ലത്തെ പ്രോബ്ലം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അതൊരു പ്രോബ്ലമാണ്, അത് നീഡ്സ് ടു ബി സോൾവ്ഡ് എന്നുള്ള നിലക്കല്ല. ആ ഒരു രണ്ട് പൊസിഷനാലിറ്റിയിൽ നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ഈ കൺഫ്യൂഷൻ എങ്ങനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുക, അതെങ്ങനെയാണ് നമ്മുടെ വ്യവഹാരങ്ങളെ, നമ്മുടെ കാഴ്ചപ്പാടുകളെ, നമ്മുടെ ഇസ്ലാമിക ജീവിതത്തെയൊക്കെ സ്വാധീനിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് എന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ കാര്യങ്ങൾ പോവേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. അപ്പം ഞാൻ അവസാനിപ്പിക്കുന്നു. ഇനി നമുക്ക് Q&A സെഷനിൽ നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാം. എൻ്റെ ഈ ഒരു ഇതിപ്പോൾ എൻ്റെ ഒരു വളരെ റോ ആയിട്ടുള്ള ഒരു ആലോചനയാണ്. അത് ഞാനിങ്ങനെ പങ്കുവെക്കാൻ കാരണം
പിന്നെ ഇസ്ലാമികമായിട്ടുള്ള ഇസ്ലാമിക് നിയമം എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഒരു ജനറലി എല്ലാവരും ആലോചിക്കുന്ന ഒരു ആലോചന എന്താണ് നമ്മുടെ മുസ്ലിം ജീവിതം എന്ന് പറഞ്ഞാൽ കണ്ടംപററി ഇന്ത്യയിലെ മുസ്ലിം ജീവിതം എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താണ് അതിൽ നടക്കുന്ന കൺഫ്യൂഷൻസ് പ്രോബ്ലംസ് എന്തൊക്കെയാണ് അതിൽ ഇസ്ലാമിക നിയമത്തിൻ്റെ സ്ഥാനം എന്താണ് തുടങ്ങിയ ഒരു വിശാലമായ ഒരു ആലോചനയാണ് അതിൻ്റെ എന്താ പറയാ വളരെ സ്ട്രക്ചർഡ് ആയിട്ടുള്ള ഒരു ആലോചനയല്ല ഇപ്പം ഞാൻ ഇപ്പോൾ പങ്കുവച്ചത്. പലപ്പോഴും നിങ്ങൾക്ക് ചില പ്രോബ്ലംസോ അല്ലെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിരിക്കാം എൻ്റെ പ്രസൻറ്റേഷനിൽ. പക്ഷേ എൻ്റെ ഒരു ആകത്തുക എൻ്റെ ഒരു പ്രസൻറ്റേഷൻ്റെ ആകത്തുക എന്ന് പറയുന്നത് നമ്മളെങ്ങനെയാണ് പിന്നെ ഒരു സെക്യുലർ കോണ്ടെക്സ്റ്റ് ഉണ്ടാക്കിയെടുത്ത തടസ്സങ്ങളിൽ നമ്മളെങ്ങനെയാണ് ജീവിക്കുന്നത്, ആ തടസ്സങ്ങളെ നമുക്ക് എങ്ങനെ ഒരേ സമയം ഉപയോഗപ്പെടുത്തുകയും അതേ സമയത്ത് അതിൻ്റെ പരിമിതികൾ എങ്ങനെ മനസ്സിലാക്കുകയും ചെയ്യാം എന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ ആലോചനകൾ പോവേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനൊരു ഈ ഒരു ഡിസ്കഷൻ ഇവിടെ വെച്ചത്. ഇനി നമുക്ക് കൂടുതൽ ഇത് പിന്നെ നിങ്ങളൊരു വിഷയത്തിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള പല ആളുകളും പല രൂപങ്ങളിലായിരിക്കും ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടാവാം. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് ഇതിന് ചർച്ച പോവുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കാം. അപ്പം തൽക്കാലം ഞാൻ ഇവിടെ നിർത്തുന്നു. ഓക്കെ, ജസാക്കല്ലാ. ആസഫ് നൂറാനി നന്നായിട്ട് അവതരിപ്പിച്ചു. ഒരു പുതിയൊരു എന്താ പറയാ ഒരു പുതിയൊരു ഫെനോമിൻ അല്ലെങ്കിൽ ഒരു പുതിയൊരു സമസ്യയെ കുറിച്ചുള്ള ഒരു തോട്ട് പ്രോവോക്കിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു സംസാരിച്ചത്. ആശയത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ഗഹനമായിട്ട് നമ്മൾ ആലോചിക്കേണ്ടതും എങ്കിൽ പരിഹാരം കാണേണ്ടതുമായിട്ടുള്ള ഒരുപാട് തലത്തിലേക്ക് ടോപ്പിക്കിനെ കൊണ്ടുപോയി. അപ്പോ ഇൻഷാല്ല നമുക്കിനി Q&A സെഷനിലേക്ക് വരാം. ഈ നമ്മുടെ ഇസ്ലാമിക് ലോ അല്ലെങ്കിൽ ശരീഅത്തിനെ ഈ പുതിയ ആധുനിക കാലഘട്ടത്തിൽ അവതരിപ്പിക്കുമ്പോഴുള്ള അതിന്റെ പോസിബിലിറ്റീസും അതിന്റെ ചലഞ്ചസുകളും ഒക്കെയാണ് നമ്മുടെ ചർച്ചയിൽ വന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മീറ്റിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പങ്കുവെക്കാനുള്ളത് പങ്കുവെക്കാം. അതുപോലെ തന്നെ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻ ഓപ്പൺ ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. അതുപോലെ തന്നെ ആസഫ് നൂറാനി അവതരിപ്പിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ഇനി അവതരിപ്പിക്കാത്തതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അതും പറയാം. ഏതായാലും മൈക്ക് എല്ലാവർക്കും, ഫ്ലോർ എല്ലാവർക്കും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്താം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് നമ്മുടെ ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ നന്നായിട്ട് ആലോചിക്കേണ്ടയും ശ്രദ്ധിക്കേണ്ടയും ഒരുപാട് കാര്യങ്ങളിലേക്ക് ആസഫ് നൂറാനി നമ്മളെ എത്തിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചർച്ചകൾ ചെയ്യാം. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള. ആർക്കെങ്കിലും മൈക്ക് ഓപ്പൺ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യാം. മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. ഓക്കെ, ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? എനിക്കൊരു ഡൗട്ട് അല്ല, ചോദിച്ചതിലൊരു ക്ലാരിറ്റി എന്നുള്ള നിലക്ക് ആസഫ് നൂറാനിയുടെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. അപ്പോ നേരത്തെ സൂചിപ്പിച്ചല്ലോ നമ്മുടെ ഒരു ഇസ്ലാമിക് ശരീഅത്തും അതോടൊപ്പം തന്നെ ഒരു പേഴ്സണൽ ലോ, ഇസ്ലാമിക് പേഴ്സണൽ ലോ എന്ന് പറയുന്ന രണ്ട് കാര്യത്തെ കുറിച്ച് സൂചിപ്പിച്ചു. ആക്ച്വലി ഇസ്ലാമിക് പേഴ്സണൽ ലോ എന്ന് പറയുന്നത് തന്നെ ഇസ്ലാമിക് ശരീഅത്ത് തന്നെ അല്ലേ? അത് രണ്ടും വ്യത്യാസം ഉണ്ടോ? ഇസ്ലാമിക് ശരീഅത്തിൽ നിന്നുള്ള കോഡുകളല്ലേ ശരിക്കും പേഴ്സണൽ ലോയിലും വരുന്നത്? അത് ഡിഫറെന്റ് ആയിട്ട് വരുന്നില്ലല്ലോ. എങ്ങനെയാ പിന്നെ അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ഒരു കാരണം എന്തായിരുന്നു എന്നുള്ള ഡൗട്ട് എനിക്കുണ്ട്. ആൻസർ എന്തെങ്കിലും ഉണ്ടെങ്കിലും പറയാം. നല്ലൊരു ചോദ്യമാണ് ആ ചോദ്യം. അതായത് ഇസ്ലാമിക് ഇപ്പോൾ ശരീഅത്ത് എന്ന് പറയുമ്പോൾ പേഴ്സണൽ ലോ എന്ന് പറയുമ്പോൾ അത് വേറൊരർത്ഥത്തിൽ അതിൽ ഉള്ളടങ്ങിയിട്ടുള്ള നിയമങ്ങൾ ശരീഅത്തിൻ്റെ തന്നെ ഭാഗമായ നിയമങ്ങൾ തന്നെ അല്ലേ? ഓൾദോ അത് നമ്മുടെ ശരീഅത്തിനെ കംപ്ലീറ്റ്ലി ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ പോലും ശരീഅത്തിൽ പരാമർശിച്ചിട്ടുള്ള പല സംഗതികളൊക്കെ തന്നെ അല്ലേ അതിൽ ഉള്ളത് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ രണ്ട് രൂപത്തിൽ കാര്യങ്ങൾ കാണാം. ഒന്ന്, ഇപ്പോൾ പേഴ്സണൽ ലോ എന്ന് നമ്മൾ പറയുമ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുന്നു. ഇപ്പോൾ പൊതുവിൽ കോർട്ടിലൊക്കെ അത് പലപ്പോഴും ചർച്ചാ വിഷയമായിട്ടൊക്കെ വരുമ്പോൾ അവർ ഇസ്ലാമിക് നിയമം എന്ന് പറഞ്ഞിട്ട് ഒറ്റ നിയമമായിട്ടാണ് എടുക്കുക. ശരിക്കും ഇസ്ലാമിനകത്ത് വൈവിധ്യങ്ങളായിട്ടുള്ള സ്കൂൾ ഓഫ് തോട്ട്സ്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ മദ്ഹബുകൾ എന്നൊക്കെ പറയുമല്ലോ. അപ്പം അങ്ങനെയുള്ള സംഗതി. പക്ഷെ അതൊക്കെ ഒന്നായിട്ടാണ് പലപ്പോഴും പിന്നെ എടുക്കാറുള്ളത് എന്നുള്ളത് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലിലുള്ള ഒരു പോരായ്മയാണ്.
പിന്നെ മറ്റൊരു സംഗതി, അതിൻ്റെ ഒരു പോരായ്മ ആയിട്ട് പലപ്പോഴും നമ്മൾ തന്നെ മനസ്സിലാക്കിയതാണ്. അതായത് ഇസ്ലാമിക നിയമം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവാഹത്തിലോ വിവാഹമോചനത്തിലോ അനന്തരാവകാശത്തിലോ മാത്രം തട്ടി നിൽക്കുകയും മുട്ടി നിൽക്കുകയും ചെയ്യുന്ന ഒന്നല്ല. ഇതിൻ്റെ അപ്പുറത്തേക്ക് കൂടി വ്യാപിച്ചു കിടക്കുന്ന, അപ്പോൾ അതിൻ്റെ ഒരു സ്കോപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആണ് എന്നുള്ളത്. ഇതാണ് രണ്ടാമത്തെ ഒരു മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഈ രണ്ട് പ്രശ്നങ്ങൾ ഉള്ളതോടൊപ്പം തന്നെ ഞാൻ ആലോചിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് വെച്ചാൽ പേഴ്സണൽ ലോൻ്റെ അകത്ത് ശരിയത്ത് തന്നെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ, പേഴ്സണൽ ലോൻ്റെ അകത്ത് ഇസ്ലാമിക നിയമങ്ങളെ ലോ ആയിട്ടാണ് കാണുന്നത്. ശരീഅത്തിനകത്ത് ഇസ്ലാമിക നിയമങ്ങളെ ലോ എന്നാണോ വിളിക്കേണ്ടത്, അതോ എത്തിക്സ് എന്നാണോ വിളിക്കേണ്ടത്, അതല്ലാതെ അതിന് വേറെ തന്നെയായിട്ടാണോ മനസ്സിലാക്കേണ്ടത് എന്നൊക്കെ നമുക്ക് കൺഫ്യൂസ്ഡ് ആവുന്ന, അല്ലെങ്കിൽ നമ്മുടെ ആധുനിക വ്യവഹാരത്തിൽ നിന്ന് ആലോചിക്കുമ്പോൾ പിടുത്തം കിട്ടാത്ത ഒരു തലത്തിലാണ് ഫിഖ് കിടക്കുന്നത്. ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം പറയാൻ കാരണം, പിന്നെ നിയമമാകുമ്പോൾ അതിന് പിന്നെ ഒരു എന്താ പറയുക, ഒരു ജുഡീഷ്യലി സ്ക്രൂട്ടിനൈസബിൾ ആയിട്ടുള്ള ഒരു തലമുണ്ട്. പിന്നെ ലോ എന്ന് പറയുന്ന ഒരു പെർസ്പെക്റ്റീവിന് ഇസ്ലാമിക നിയമങ്ങളിൽ പലതും ജുഡീഷ്യലി സ്ക്രൂട്ടിനൈസബിൾ ആയിട്ടുള്ള ഒരു തലം ഉള്ള നിയമങ്ങൾ ഒരുപാടുണ്ട്. ഉദാഹരണത്തിന് ഖാദിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഖിസാസുമായി ബന്ധപ്പെട്ടോ സ്റ്റേറ്റ് എടുക്കുന്ന പല നിയമങ്ങൾ പക്ഷെ അത് മാത്രമല്ലല്ലോ ഇസ്ലാമിക നിയമം എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, അതല്ലല്ലോ ഇസ്ലാമിക നിയമം, അതായത് ശരീഅത്തിൻ്റെ കാമ്പ് എന്ന് പറയുന്നത്. മറിച്ച് അതൊരു പേഴ്സണൽ കോൺസൈൻസുമായി, നമ്മുടെ ഒരു ആന്തരികവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു തല അതിനുണ്ടല്ലോ. ഇപ്പോൾ ഇപ്പോൾ നിക്കാഹ് ആണെങ്കിലും അതൊരു കോൺട്രാക്റ്റ് എന്നുള്ള നിലക്കായിരിക്കും ആധുനിക കാലഘട്ടത്തിൽ അതിനെ മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഒരു മോഡേൺ സ്റ്റേറ്റിനകത്ത്. ഇപ്പോൾ രണ്ട് കപ്പിൾസ് തമ്മിലുള്ള കോൺട്രാക്റ്റ്, പിന്നെ ഇൻ ഫ്രണ്ട് ഓഫ് ഗോഡ് എന്നുള്ള നിലക്കാണ് അതിന് ആധുനിക വ്യവഹാരത്തിൽ, അല്ലെങ്കിൽ ആധുനിക ലീഗൽ ഡിസ്കോഴ്സിനകത്ത് ഇതിനെ പരിചയപ്പെടുത്തുക. പക്ഷേ ഇസ്ലാമിക് ഇതിനകത്ത് നമ്മൾ രണ്ടുപേരും കല്യാണം കഴിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട പിന്നെ സുന്നത്തുകൾ പാലിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട കറാഹത്തുകൾ ഒഴിവാക്കുന്നത്, ഹറാമുകൾ വരാതെ നമ്മൾ ശ്രദ്ധിക്കുന്നത്, ഇതൊക്കെ നമ്മുടെ ഒരു മൊറാലിറ്റിയുടെ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൻ്റെ തന്നെ ഭാഗമാണല്ലോ. അതായത് നമ്മുടെ മുസ്ലിം ആവുക എന്നുള്ള അടിസ്ഥാനപരമായ ഒരു സംഗതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഗതി, ഒരു തലം ഉണ്ടല്ലോ. ആ തലം പലപ്പോഴും ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പിന്നെ നമ്മളെ പിന്നെ പേഴ്സണൽ ലോ എന്ന് പറയുമ്പോൾ അതിൽ പ്രയോഗിക്കുന്നത് രണ്ടും ഇസ്ലാമിക നിയമങ്ങളായിട്ട് തന്നെയാണ് പരിഗണിക്കുന്നതെങ്കിലും ഇത് രണ്ടും അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന സെൻസിബിലിറ്റീസ്, ഇത് രണ്ടും എയിം ചെയ്യുന്ന ഒരു തലം എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. ആ നിലക്കാണ് ഞാൻ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. നേരത്തെ പറഞ്ഞ ഡിഫറൻഷിയേഷൻ ഉള്ളതോടൊപ്പം, നേരത്തെ പറഞ്ഞ ഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞത് എല്ലാം ഉൾക്കൊള്ളുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമുള്ളതോടൊപ്പം, അല്ലെങ്കിൽ കോർട്ട് വ്യവഹാരങ്ങൾക്കകത്ത് പിന്നെ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ വളരെ സിംഗിളായിട്ടുള്ള ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു നിയമമായിട്ട് ഇതിനെ പരിചയപ്പെടുത്തുന്നിടത്തൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉള്ളതോടൊപ്പം അതിനേക്കാളും കൂടുതൽ പിന്നെ ആലോചിക്കേണ്ട അതേ സമയത്ത് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ കൺസെപ്ഷ്യലി ഈ രണ്ട് തലങ്ങളും പിന്നെ ഇൻഡിവിജ്വലുമായിട്ടും സെൽഫുമായിട്ടും കമ്മ്യൂണിറ്റി എന്നുള്ള നിലക്കും രണ്ടിൻ്റെയും ചാൾസ് ടൈലറിൻ്റെ തന്നെ ഒരു ലാംഗ്വേജ് പ്രയോഗിക്കുകയാണെങ്കിൽ ഈ പിന്നെ പേഴ്സണൽ ലോൻ്റെ അകത്ത് പരാമർശിക്കപ്പെടുന്ന ഇസ്ലാമിക് ലോയും ശരീഅത്തിനകത്ത് കൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഞാൻ ലോ എന്നുള്ള പദം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ആ പദം ഉപയോഗിക്കുന്നത്. റൂൾസ് ആൻഡ് റെഗുലേഷൻസിലുള്ള തലവും രണ്ട് സോഷ്യൽ ഇമാജിനറിയാണ് നമുക്ക് നൽകുന്നത്. അപ്പോൾ ആ നിലക്കാണ് ഞാൻ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ ആ നിലക്കുള്ള ചില കൺഫ്യൂഷനുകളെയാണ് ഞാനിപ്പോൾ ഇതിൽ അഡ്രസ്സ് ചെയ്തത്. ഞാൻ പറഞ്ഞത് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. ക്ലിയർ. പക്ഷെ എനിക്കൊരു സബ് ക്വസ്റ്റ്യൻ ഉണ്ട് അവിടെ. ഇനി ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അത് ചോദിക്കാം. എന്തെങ്കിലും വേറെക്കാർക്കും മൈക്ക് എടുക്കട്ടോ. ഖാലിദ്, അജ്മൽ, സിറാജുദ്ദീൻ അദനി, ഷാക്കിർ ഉസ്താദ്, ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഉസ്താദ്, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഹലോ, ആരായിരുന്നു? സ്വലാഹാണ്. ഓക്കെ, റൈറ്റ്.
ഞാനിപ്പോൾ ഉസ്താദ് പിന്നെ നമ്മളെ പേഴ്സണൽ ലോണിന്റെയും അതുപോലെ മറ്റുള്ള ശരീഅത്തും ഒക്കെ പേഴ്സണൽ ലോണിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഒക്കെ പറഞ്ഞല്ലോ. അപ്പോ ഇതില് ശരീഅത്തിന്റെയും അതുപോലെ പേഴ്സണൽ ലോന്റെയും ഇടയിലുള്ള കൊല്യൂഷനും അല്ലെങ്കിൽ കൺഫ്യൂഷനോ അങ്ങനത്തെ ഡിലമാസ് ഒക്കെ ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചു. അപ്പൊ നമ്മള് എന്താ പറയാ, ഇപ്പൊ ഉസ്താദ് ഇപ്പൊ പറഞ്ഞ മാതിരി ഒരു സോഷ്യൽ ഇമാജിനേഷൻ എന്നുള്ള ആ ഒരു ലെവൽക്ക് നമ്മൾ ഈ രണ്ട് കാര്യങ്ങളെ നമ്മൾ എന്താ പറയാ പരിശോധിക്കുകയാണെങ്കിൽ ശരീഅത്ത് എന്നുള്ളത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രൈവറ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മളെ പ്രൈവറ്റ് സ്ഫിയറിൽ അല്ലെങ്കിൽ എന്താ പറയാ ഒരു പേഴ്സണൽ ലൈഫിൽ കൊണ്ടുനടക്കുന്ന ഒരു സംഭവമാണല്ലോ. എന്നാൽ ഒരു പ്രാക്ടിക്കൽ വശം എന്നുള്ള നിലക്ക് അല്ലെങ്കിൽ ഒരു എന്താ പറയാ പൊതുവശം എന്നുള്ള നിലക്കാണ് നമ്മൾ ഈ പേഴ്സണൽ ലോനെ ഒക്കെ കാണുന്നത്. അതായത് നമ്മൾ ജുഡീഷ്യൽ കാര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ആ വേറെ തരത്തിലാണ് നമ്മൾ കാണുന്നത്. ഇതൊരു പബ്ലിക് എന്നുള്ള രൂപത്തിലാണ്. അപ്പൊ ഇതില് എന്റെ ഒരു സംശയം എന്ന് വെച്ചാല് നമ്മളിപ്പോ ഇത്രയൊക്കെ ഇത് ഈ ഒരു പേഴ്സണൽ ലോവും ശരീഅത്ത് ലോവും തമ്മിൽ ഇത്രയൊക്കെ എന്താ പറയാ ഈ ഡൈക്കോട്ടമിയോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ കൺഫ്യൂഷൻ അല്ലെങ്കിൽ കൊല്യൂഷൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മളിപ്പോ ഈ പേഴ്സണൽ ലോ എന്നുള്ള ആ ഒരു സംഭവം എടുത്തു മാറ്റി അഥവാ മോഡി ഗവൺമെന്റ് ഇനിയിപ്പോ ഒരു UCC യൂണിയൻ സിവിൽ കോഡ് വരികയാണെങ്കിൽ പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ചേഞ്ച് ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ വശമല്ല, നമ്മളിപ്പോ അങ്ങനെ ആ ഒരു സോഷ്യൽ ഇമേജറിയിൽ അല്ലെങ്കിൽ പിന്നെന്താ പറയാ നമ്മളൊരു എന്താ പറയാ എംബോഡീഡ് ആയിട്ടുള്ള ഒരു എന്താ പറയാ നമ്മുടെ ഇമാജിനേഷനിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരാനുള്ള ഒരു ചാൻസ് ഇല്ലേ? അതായത് അതിന്റെ എന്താ പറയാ മെറിറ്റ്സും ഡീമെറിറ്റ്സ് ഒക്കെ നമുക്ക് പറയുകയാണെങ്കിൽ ഒന്നുകൂടി. ഓക്കെ, ഇതിലിപ്പോ ആ ചോദ്യം പിന്നെ എന്താ പറയുക, നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ മാറ്റങ്ങൾ വരാതിരിക്കാം. ഇപ്പോൾ 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 നമ്മുടെ ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ എന്താ പറയുക, ഞാനത് ഇപ്പോൾ പേഴ്സണൽ ലോ എന്ന് നമ്മൾ പറയുന്ന ഒരു സ്കോപ്പിനകത്താണ്. അതായത് പേഴ്സണൽ ലോ എന്ന് പറയുന്ന ഒരു ഡൊമൈനകത്താണ് റിലീജിയൻ ഫങ്ഷൻ ചെയ്യാനുള്ള ഫ്രീഡം അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ പേഴ്സണൽ ലോൻ്റെ അകത്ത്, കാരണം ഇന്ത്യൻ സ്റ്റേറ്റ് ക്രിമിനൽ ലോസ് സിവിൽ ലോസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ക്രിമിനൽ ലോ എന്ന് പറയുന്നത് ഒരു കോമൺ ലോ ആണ്. സിവിൽ ലോ എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്ന ഒരു സംഗതിയാണ്. അതിനകത്ത് വരുന്നതല്ല, അതിനോട് അലൈൻ ഒരു സംഗതിയാണ് പേഴ്സണൽ ലോ എന്ന് പറയുന്നത്. അപ്പോൾ പേഴ്സണൽ ലോന്റെ അകത്ത് പറ്റാത്ത കുറേ ഏരിയകളുണ്ട് പേഴ്സണൽ. അപ്പോൾ ഇസ്ലാമിക്, പക്ഷെ അതേ സമയത്ത് നമ്മൾ ആ ഒരു ഡൊമൈനിൽ മാത്രമല്ലല്ലോ, നമ്മുടെ ഒരു പ്രാക്ടീസിങ് ലെവലിൽ പലപ്പോഴും അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇമാജിനേഷനിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ലൈഫിൽ ഒക്കെ പലപ്പോഴും അതിനെ ബ്രേക്ക് ചെയ്യുന്നയോ അല്ലെങ്കിൽ അതിനെ ബൈപ്പാസ് ചെയ്യുകയോ ചെയ്യുന്ന പല സാഹചര്യങ്ങളുണ്ട്. പക്ഷേ ഇനി അതൊരു UCC എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് മാറുമ്പോൾ കൺസെപ്ഷ്യലി ഏതളവിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേഴ്സണൽ ലോ പിന്നെ സിവിൽ പിന്നെ പേഴ്സണൽ ലോ അതേപോലെ ശരീഅത്ത് എന്ന് പറയുന്ന ഈ ഒരു ഡൈക്കോട്ടമി ഏത് അളവിൽ അതിൻ്റെ ഇക്വേഷൻസ് മാറും എന്നതിനെ കുറിച്ചിട്ട് നമുക്കിപ്പോൾ കൃത്യമായിട്ട് പറയാൻ പറ്റില്ലെങ്കിലും നമ്മളിതിൻ്റെ UCC ആയാലും നമ്മുടെ ഈ ഇസ്ലാമിക നിയമങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, പ്രാക്ടീസ് ചെയ്യും പല രൂപങ്ങളിൽ. ഓൾദോ നമ്മളതൊരു എന്താ പറയുക സ്റ്റേറ്റിൻ്റെ ഒരു പർവ്യൂവിനകത്ത് പെടാതെ നമ്മളത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഞാൻ ഒരു ഇൻറ്റേർണൽ കോൺവെർസേഷൻ എന്നുള്ള നിലയ്ക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ 18 വയസ്സാവാതെ കല്യാണം കഴിക്കാൻ പാടില്ല, നമ്മൾ നേരത്തെ കല്യാണം കഴിച്ച് പിന്നെ രജിസ്റ്റർ ചെയ്യുക അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നില്ലേ. അപ്പോൾ എന്നതൊക്കെ പോലെ ഇതൊരു എന്താ പറയുക ഇതിനെ ബൈപ്പാസ് ചെയ്യുന്ന പല സംഗതികളോട് അല്ലെങ്കിൽ സ്റ്റേറ്റുമായിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല കേസുകൾ പലതും ക്രിമിനൽ കേസുകളായിരിക്കും, പക്ഷെ അത് നമ്മൾ പഞ്ചായത്താക്കി വിടുന്നില്ലേ എന്നതൊക്കെ പോലെ അങ്ങനെ തന്നെയാണെന്നല്ല, എന്നതൊക്കെ പോലെ നമ്മുടെ ഒരു പ്രാക്ടീസിങ് ലെവലിൽ ഇസ്ലാം ആസ് ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു നിയമവശം എന്നുള്ള നിലക്ക് അത് പ്രവർത്തിക്കുകയും, പക്ഷെ അതേ സമയത്ത് നമ്മുടെ ഒരു വ്യാപക തലത്തിൽ അതിൻ്റെ പരിമിതി രൂപപ്പെടുകയും ചെയ്യും. അത് UCC വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നല്ല രൂപത്തിലുള്ള ഒരു പരിമിതി അവിടെ വരികയും ചെയ്യും. പക്ഷെ എൻ്റെ പോയിന്റ് എന്ന് വെച്ചാൽ അവിടെ UCC വന്നോ അല്ലെങ്കിൽ പേഴ്സണൽ ലോ ഇല്ലാതായോ എന്നുള്ള ആൾക്കല്ല, പക്ഷെ ആ ഒരു എന്താ പറയുക ഒരേ സമയം ഞാൻ നേരത്തെ പറഞ്ഞ 2 സബ്ജക്റ്റ് പൊസിഷനുകളിലാണ് നമ്മൾ കിടക്കുന്നത്. അത് നിങ്ങൾ തന്നെ നേരത്തെ എൻ്റെ വിഷയം മനസ്സിലാക്കി പറഞ്ഞതുപോലെ ഒരു പ്രൈവറ്റ് പബ്ലിക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 2 തല രൂപപ്പെടുകയും നമ്മളും കൂടി അറിയാതെ തല രൂപപ്പെടുകയും അതിൽ പബ്ലിക് ലെവലിൽ നമ്മൾ ഏർപ്പെടുന്ന ഒരു ഡിസ്കസീവായിട്ടുള്ള
ഒരു സംഗതി വേറെ, അതേപോലെ പ്രൈവറ്റിൽ വേറെ, അവിടെ നമ്മൾ വേറെ രൂപത്തിലുള്ള പ്രാക്ടീസ്, വേറെ രൂപത്തിൽ എന്ന് പറയുമ്പോൾ ഒരേ സാധനം തന്നെയാണ്, പക്ഷേ രണ്ട് രൂപത്തിലാണ് അത് ഓർഗനൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ രണ്ട് സെൻസിബിലിറ്റീസ് ആണ് അത് ബ്രിങ് ചെയ്യുന്നത്. പക്ഷെ ഇത് പലപ്പോഴും എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പല കാറ്റഗറി മിസ്റ്റേക്കിലേക്കും കൊണ്ടുപോകും. നമ്മുടെ മനസ്സിലാക്കലുകളിലൊക്കെ ഉള്ള അത് എന്നിട്ട് കൂടുതൽ കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുകയും, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊരു മോഡേണിറ്റിയുടെ ഒരു ഇഫക്റ്റാണ് ആ ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് പിന്നെ അത് എൻഡ്യൂർ ചെയ്യും ആസ് ലോങ് ആസ് ദിസ് മോഡേൺ സിവിലൈസേഷൻ പെർസിസ്റ്റ്. അപ്പോൾ അത് UCC വന്നാലും വന്നില്ലെങ്കിലും മോഡേൺ നാഷൻ സ്റ്റേറ്റ് ഒക്കെ നിലനിൽക്കുന്നിടത്തോളം കാലത്തോളം ഈ ഒരു ഡൈക്കോട്ടം ഇതൊരു പരിമിതി. ഞാനിപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് നമ്മൾക്ക് ഇനി ജീവിക്കാൻ നമുക്ക് ഇനി ഇതിനൊരു പരിഹാരമില്ല, അല്ലെങ്കിൽ ഇത് പരിഹാരം ഉണ്ടാക്കണം എന്നുള്ള നിലക്കുമല്ല. പക്ഷെ ഈ ഒരു കണ്ടീഷൻ എങ്ങനെയാണ് ആസ് എ മുസ്ലിം എന്നുള്ള നിലക്ക് നമ്മെ ഷെയ്പ്പ് ചെയ്യുന്നത്? അപ്പം എന്താണ് മുസ്ലിം ആധുനിക ഇന്ത്യയിൽ, എന്താണ് ഇസ്ലാമിക് ലോ ഇങ്ങനെ വരുമ്പോൾ എന്നതാണ് എൻ്റെ ഒരു ആലോചന. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത് എന്നതാണ് എൻ്റെ ഒരു ആലോചന. നിങ്ങൾ ഈ പറഞ്ഞതിൻ്റെ കംപ്ലീറ്റ് രണ്ടാമത് ചോദിച്ച ആളുടെ കംപ്ലീറ്റ് ചോദ്യത്തിന് ഒരു ഉത്തരം എന്നുള്ള നിലക്കല്ല, അദ്ദേഹത്തോട് കൂടെ ആലോചിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. ഓക്കെ, ഗുഡ്. ദെൻ ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് റൈസ് ചെയ്യാനുണ്ടോ? ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് നേരത്തെ ചോദ്യം ഉണ്ടെന്ന് പറഞ്ഞില്ലേ ജാഫർ സാറിന്? അല്ല, ഞാനത് അതിന്റെ ഒരു ഉപചോദ്യം എന്നുള്ള നിലയ്ക്ക് ഇപ്പോ ആ ഒരു കാര്യത്തിന് നിങ്ങൾ 2-3 ഉത്തരങ്ങൾ പറഞ്ഞു, 2-3 കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടാണ് ഞാൻ ഉത്തരം പറഞ്ഞത്. അപ്പൊ അതില് ഒരു ഒരു ലോ, ഇസ്ലാമിക് ശരീഅത്തിൽ ഒരു ലോ ചെയ്യുന്ന ലോ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അവിടെ സാഹചര്യവും അല്ലെങ്കിൽ സന്ദർഭങ്ങളും ഒക്കെ നമ്മൾ നോക്കിയിട്ടായിരിക്കും ഒരു പക്ഷെ വിധി വരിക. പക്ഷെ അങ്ങനെയാണല്ലോ നമ്മുടെ ഇസ്ലാമിന്റെ ഒരു സിസ്റ്റം. സാഹചര്യം, സന്ദർഭം, ആള്, വ്യക്തി, നാട്, ഇതിനൊക്കെ അനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രത്തിൽ വിധി മാറും. പക്ഷെ ഇപ്പൊ നമ്മുടെ മോഡേൺ സ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ സൗദി അറേബ്യയിലാവട്ടെ, അല്ലെങ്കിൽ ഇസ്ലാമിക് ലോ പ്രാക്ടീസ് ചെയ്യുന്ന രാജ്യങ്ങളുണ്ടല്ലോ, അവിടെ ശരിക്കും അപ്പൊ അവർ പ്രാക്ടീസ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള സാഹചര്യവും സന്ദർഭവും ഒക്കെ നോക്കിയിട്ടുള്ള ഒരു ഡിസിഷൻ ആണോ അവിടെ വരുന്നത്? അല്ലല്ലോ. അവിടെ ഒരു പേഴ്സണൽ ലോ എന്ന് പറയുന്നത് പോലെ ആ രാജ്യത്തിന് ഒരു നിയമമുണ്ട്. ആ നിയമം എന്ന് പറയുന്നത് ഇസ്ലാമിക് നിയമം. ആ നിയമത്തെ തന്നെയല്ലേ അവർ അപ്ലൈ ചെയ്യുന്നുള്ളൂ. അവിടെ ഈ സാഹചര്യവും സന്ദർഭവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുള്ള ഒരു വിധി തീർപ്പിലേക്ക് അവിടുത്തെ കോടതികൾ വരുന്നില്ലല്ലോ, ശരിക്കും വരുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ പറയുന്ന ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ ഈ ഫ്ലെക്സിബിലിറ്റിയും കാര്യങ്ങളൊന്നും ഒരു ഭരണകൂടം വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നില്ല, ഒരു ഭരണകൂടത്തിന്റെ ഒരു ന്യായാധിപൻ വിധിക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ പരിശോധിക്കുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒറ്റ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഒരു എന്താണ് അബ്ദുറഹീമിന്റെ ഈ കൊലപാതകത്തിന്റെ വിഷയം പറയുകയാണെങ്കിൽ അവിടെ സാഹചര്യവും സന്ദർഭങ്ങളും ഒക്കെ നോക്കുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞതനുസരിച്ചിട്ട്, അദ്ദേഹം പറഞ്ഞ പൗരനുസരിച്ചിട്ട് അദ്ദേഹത്തെ ആക്രമിക്കാൻ വന്ന കുട്ടിയെ തടഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അത് മർമ്മപ്പെട്ട ഒരു സ്ഥലത്ത് തട്ടി അത് മരണപ്പെട്ടു പോയി എന്നുള്ളതാണ്. പക്ഷെ രാജ്യത്തിന്റെ നിയമം ഒരാളെ കൊന്നു എന്നതാണെങ്കിൽ അവിടെ തിരിച്ചു കൊല ചെയ്യപ്പെടുക എന്നുള്ളതാണ്, ആ കുടുംബം മാപ്പ് കൊടുത്തിട്ടില്ലെങ്കിൽ. അതാണ് അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. പക്ഷെ ഇസ്ലാമിക നിയമപ്രകാരം അവിടെ തള്ളിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആ സാഹചര്യവും സന്ദർഭങ്ങളും കാര്യമൊക്കെ നോക്കിയിട്ട് മനഃപൂർവ്വമല്ലാത്ത കൊലപാതകത്തിന് അവിടെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി കൊടുക്കാം. പക്ഷെ അവിടെ കൊടുക്കുന്നില്ല. കാരണം രാജ്യത്തിന്റെ പേഴ്സണൽ ലോ എന്നൊക്കെ പറയുന്ന രീതിയിൽ എന്ത് ചെയ്യാം, അവിടെ നിയമം അങ്ങനെയാണല്ലോ വരുന്നത്. അപ്പൊ ഒരു ഭരണകൂടം വരുന്ന സമയത്ത് ഈ ഒരു പ്രശ്നം ഉണ്ടല്ലോ ശരിക്കും അവിടെ. ഓക്കെ, നല്ല ചോദ്യമാണ്. ഈ ഒരു പ്രശ്നം പിന്നെ പ്രീ മോഡേൺ ഇസ്ലാമിക് സ്റ്റേറ്റിലും ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പോൾ ആധുനിക ഇപ്പോൾ സൗദി അറേബ്യ എന്നുള്ള നിലക്ക് മാത്രമല്ല, അതിൻ്റെ വേറൊരു തലം പറയാം. അത് നിങ്ങൾ പറഞ്ഞതേറ്റ് അത് അലൈൻ ചെയ്യുമോ എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. അതായത് ഇപ്പോൾ ശരീഅത്തിന് ഇപ്പോഴൊരു പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഒരു ലാഹിരിയായ ഒരു വശമുണ്ട്. നെഹ്കുമു ബിൽ-ലവാഹിരി എന്ന് പറയുന്ന ഒരു സാധനം. നമ്മളിപ്പോൾ ഉമറുല്ലാഹിനുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം പറയുമ്പോൾ ഇപ്പോൾ ഒരു സൂഫി പള്ളിയിൽ നിസ്കരിക്കാതെ പിന്നെ ജമാഅത്തിന് കൂടാതെ അല്ലെങ്കിൽ നിസ്കാരത്തിന് സമയത്ത് നിസ്കരിക്കാതെ നിന്ന സമയത്ത് ഉമറുല്ലാഹിന് വന്നിട്ട് അദ്ദേഹത്തെ വാള് പിന്നെ വെട്ടുന്ന ഒരു സന്ദർഭം
പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ നിങ്ങൾ വലിയ സൂഫിയൊക്കെ ആയിരിക്കും, അതൊക്കെ പടച്ചോൻ്റെ അടുത്ത് ഒരു രാജ്യം എന്നുള്ള നിലക്ക് ഐ ഹാവ് ടു ഡു സംതിങ്. അതൊരു ശരീഅത്ത് എന്ന് പറയുമ്പോൾ ഒരു രാജ തലത്തിൽ നിന്നുകൊണ്ട് പിന്നെ അവർക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് പ്രധാനമായിട്ടും ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ട് ഒക്കെ നോക്കേണ്ട സാഹചര്യം ഇസ്ലാമിക സമൂഹത്തിൽ തന്നെ പലപ്പോഴും ഉണ്ടായിട്ടില്ല. ചില വിഷയങ്ങളിൽ അവിടെ രാജ്യത്തിൻ്റെ നിയമം അല്ലെങ്കിൽ രാജ്യം എന്ന് പറയുമ്പോൾ ഒരു ലോഹരിയായ ഒരു വശം, അത് ശരീഅത്തനുസരിച്ച് ഇന്നത് ചെയ്താൽ ഇന്നത് ചെയ്യണം, ഇന്നത്. പക്ഷേ ഇതിൻ്റെ പുറകിലൊരു പിന്നെ ഒരു ബാത്തിനിയായ ഒരു വശം ഉണ്ടല്ലോ ഇസ്ലാമിക നിയമങ്ങൾക്ക്, ഒരു മോറൽ റിഫോർമേഷൻ എന്നൊക്കെ പറയാം. വേറൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ പിന്നെ എന്താണ് സ്വഹാബിയുടെ പേര് നിങ്ങൾക്ക് ഓർമ്മയില്ല, ബുഖാരിയിലൊക്കെ ഉള്ള ഹദീസ് ഉണ്ടല്ലോ, സിന ചെയ്തു എന്ന് പറഞ്ഞിട്ട്, ഞാൻ സിന ചെയ്തു നബി എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹിന്റെ അടുത്ത് വരുന്നു. അപ്പോൾ റസൂലുള്ളാഹി എന്ത് ചെയ്യുന്നു, എനിക്ക് തോന്നിയതായിരിക്കും, അങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ മാക്സിമം അതിൽ നിന്ന് എന്ത് ചെയ്യാണ്, ശിക്ഷ. പക്ഷെ അദ്ദേഹം ശിക്ഷ ചോദിച്ചു വാങ്ങുകയാണ് അവിടെ ശരിക്കും ചെയ്യുന്നത്, എന്നെ പിന്നെ റജ്മ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സന്ദർഭം. അപ്പം ശരിക്കും അതിൽ റസൂലുള്ളാഹി പലപ്പോഴും അതിൽ പറയുന്ന റസൂലുള്ളാഹി അതിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ശരിക്കും ഭൗതികമായ ശിക്ഷയോ അല്ലെങ്കിൽ ഭൗതികമായ നിയമങ്ങളോ അടങ്ങിയ ഒരു തലം മാത്രമല്ല ശരീഅത്തിനുള്ള, മറിച്ച് അതിനൊരു ആന്തരികമായ ട്രാൻസ്ഫോർമേഷനുമായി ബന്ധപ്പെട്ട പരലോകവുമായി ബന്ധപ്പെടുത്തിയുള്ള ശിക്ഷ. ഇപ്പം തൗബ എന്ന് പറയുന്ന ആശയം ഇസ്ലാമിക ലോകത്ത്, പിന്നെ നമ്മുടെ വൈയക്തിക ജീവിതത്തിൽ ഇപ്പോൾ ആരും കാണുന്നില്ലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ അപ്പോൾ സ്റ്റേറ്റിനെ നമുക്ക് കബളിപ്പിക്കാൻ കഴിയും, ഇപ്പോൾ ഇസ്ലാമിക് സ്റ്റേറ്റ് ആണെങ്കിൽ പോലും. പക്ഷേ സ്റ്റേറ്റ് വ്യവഹാരത്തിൽ മാത്രമല്ല ഇസ്ലാമിക നിയമങ്ങളുള്ളത്, അതൊരു പ്രീ മോഡേൺ ടൈം ആയാലും മോഡേൺ ടൈം ആയാലും. പക്ഷെ പിന്നെ പ്രൈവറ്റ് പബ്ലിക് എന്ന് പറയുന്ന ഡിസ്റ്റിങ്ഷൻ അകത്തല്ല ലാഹിറും ബാത്തിനും ഞാൻ കാണുന്നത് തമ്മിൽ ഒരു ഡിഫറൻഷിയേഷൻ ഉണ്ട്. പക്ഷെ അങ്ങനെ രണ്ട് തല നമുക്ക് ആലോചിക്കാൻ പറ്റുമെങ്കിൽ ഇസ്ലാമിക നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി എൻകംപാസ് ചെയ്യുന്ന ഈ രണ്ട് തലങ്ങളെയും ഉള്ള ഒരു രൂപത്തിലേക്ക് ആലോചിക്കുമ്പോൾ, അതാണ് ഞാൻ പറഞ്ഞത്, ശരീഅത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിന് ആധുനിക രൂപത്തിൽ അതിനെ പ്രയോഗിക്കുമ്പോൾ, സൗദി ആണെങ്കിലും അല്ലെങ്കിൽ സൗദി മീൻസ് ഇസ്ലാമിക് ദ സ്റ്റേറ്റ്സ് ദാറ്റ് വി കോൾ ഇസ്ലാമിക് സ്റ്റേറ്റ്സ്, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പിന്നെ ഇസ്ലാമിക നിയമത്തെ പ്രയോഗവൽക്കരിക്കുമ്പോഴും നമ്മൾ ഈ ആധുനികമായിട്ടുള്ള പിന്നെ ഒരു തലത്തിലേക്ക്, അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലിലേക്ക്, അതിൻ്റെ ഒരു സാഹചര്യങ്ങളെ മനസ്സിലാക്കായ്മയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അത് മാത്രമല്ല ഇസ്ലാമിക നിയമം. ഇസ്ലാമിക നിയമം എന്ന് പറയുമ്പോൾ ഇസ്ലാമിക നിയമത്തിൻ്റെ ഒരു അന്തസത്ത അതും അല്ലാത്തതും കൊണ്ട് കൂടിയതാണ്. അപ്പോൾ ആ ഒരു ബാത്തിനിയും, വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ബാത്തിനിയും ലാഹിരിയുമായിട്ടുള്ള തലങ്ങൾ കൊണ്ട് കൂടിയതാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ എൻ്റെ പ്രസൻറ്റേഷനിൽ ഞാൻ പറയാൻ വേണ്ടി ശ്രമിച്ചത്, ബത്തുൽ മൊയ്ൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഖാദിനെ അപ്പോയിൻ്റ് ചെയ്യുന്ന അത് വളരെ ജനറൽ സ്റ്റേറ്റ്, അതായത് സെർട്ടൻ സെക്ഷൻ ഓഫ് സൊസൈറ്റിക്ക് മാത്രം അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ഭാഗമാണല്ലോ ആ ഭാഗം. അതേ സമയത്ത് ബത്തുൽ മൊയ്ൻ തുടങ്ങുന്നത് പിന്നെ ഇബാദാത്ത് കൊണ്ടാണ്. ഇബാദാത്തുണ്ട്, പിന്നെ മുആമലാത്തുണ്ട്, മുനാക്കഹാത്തുണ്ട്, ജിനായത്തുണ്ട്. ഇബാദാത്ത് എന്ന് പറഞ്ഞാൽ വൈയക്തികം എന്ന് നമുക്ക് തോന്നാം. ഇബാദത്ത് എന്ന് വൈയക്തികം മാത്രമല്ല, സാമൂഹികപരമായ കാര്യങ്ങളും ഉണ്ട് അതിൽ. പിന്നെ അതേപോലെ പിന്നെ മുആമലാത്ത് എന്ന് പറയുമ്പോൾ സാമൂഹികപരമായിട്ടുള്ള സിവിൽ ലോസ്, നമ്മൾ എങ്ങനെയാണ് കാറ്റഗറി, സിവിൽ ലോ, ക്രിമിനൽ ലോ, ആധുനിക കാറ്റഗറിയിലേക്ക് വരുമ്പോഴൊക്കെ ഇതിലൊക്കെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ജിനായാത്തിലേക്കൊക്കെ എത്തുമ്പോൾ കുറച്ചും കൂടി സ്റ്റേറ്റുമായി സെൻട്രലൈസ് ചെയ്യുന്ന, സ്റ്റേറ്റുമായി കണക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ സ്റ്റേറ്റുമായി ഇപ്പോൾ ഖാദിനെ അപ്പോയിൻ്റ് ചെയ്യേണ്ട രൂപം, അതിപ്പോൾ എല്ലാവർക്കും ബാധകമായ സംഗതിയല്ലല്ലോ. അതുകൊണ്ട് തന്നെ അവസാനത്തെ ഭാഗം പലപ്പോഴും നമ്മൾ പിന്നെ കിതാബോത്തിൽ നമ്മൾ പലപ്പോഴും അത് മിസ്സാക്കാറുണ്ട്. അതിപ്പോൾ ഇന്നത്തെ കാലത്ത് പഠിച്ചോളാൻ നിർബന്ധമില്ല. അതായത് നമ്മുടെ നിർബന്ധമില്ല മീൻസ് പലപ്പോഴും കോഴ്സ് തീരാതാകുമ്പോഴേ ഒക്കെ ചിലപ്പോൾ ആ ഭാഗമൊക്കെ ചിലപ്പോൾ കട്ട് ചെയ്ത് ഒഴിവാക്കും. എല്ലാവരും അല്ല, അങ്ങനെ ചെയ്യാറുണ്ട്. അതിൻ്റെ പക്ഷെ ആ ഒരു പരിതസ്ഥിതിയിലേക്ക് വരുന്ന സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കാലത്ത് അത് അപ്ലിക്കബിൾ അല്ല എന്നുള്ളത് കൊണ്ട് കൂടിയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള എല്ലാ തലങ്ങളിലും ഈ ഇസ്ലാമിക് ശരീഅത്തിനുണ്ട്, ആ ഒരു തലമുണ്ട്. ആ തലത്തെ എങ്ങനെ നമ്മൾ മനസ്സിലാക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിനെ പിന്നെ പേഴ്സണൽ ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാട്
ചുരുങ്ങുന്നു, വേറെ ലെവലിലേക്ക് മാറുന്നു. അതുകൊണ്ടാണ് ശരിയ എന്നുള്ളതിനെ നമ്മൾ ലോ എന്ന് വിളിക്കുന്നതിൽ എത്രത്തോളം യുക്തിയുണ്ട് എന്ന് ഞാൻ ആദ്യം ചോദിക്കാൻ കാരണം. അത് ഞാൻ ചോദിച്ചൊരു ചോദ്യമല്ല, പല ഇസ്ലാമിക് സ്റ്റഡീസ് സ്കോളേഴ്സും ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ വായിൽ ബി ഹലാക്കിൻ്റെ ശരിയ സ്ട്രക്ചർ ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്ന പുസ്തകം 2008 പുസ്തകം. ആ പുസ്തകം ആരംഭിക്കുന്നത് തന്നെ ആ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ്. എങ്ങനെയാണ് ഇപ്പോൾ ഈ ലോ എന്ന് പറയുന്ന ഒരു ലാംഗ്വേജിനകത്ത് ഇപ്പോൾ ശരീഅത്തിനെ അല്ലെങ്കിൽ ഫിഖ്ഹിനെ കൊണ്ടുവരുന്നതിലുള്ള പരിമിതി സൂചിപ്പിച്ചുകൊണ്ടാണ്, ലാംഗ്വേജിൻ്റെ പരിമിതി സൂചിപ്പിച്ചുകൊണ്ടാണ്. ഇത് ട്രാൻസ്ലേഷൻ പ്രോബ്ലം ആയിട്ട് മാത്രമല്ല, ഒരു കൺസെപ്ഷ്യൽ പ്രോബ്ലം ആയിട്ട് കൂടിയാണ് അത് പറയുന്നത്. പക്ഷെ അതിൻ്റെ ആ പ്രോബ്ലം ഉണ്ട് എന്ന് സ്റ്റേറ്റ് ചെയ്യുന്ന അപ്പുറത്ത് ആ പ്രോബ്ലത്തിനകത്ത് എങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു ആസ് ആൻ ആന്ത്രപ്പോളജിസ്റ്റ് മൈ കൺസേൺ കിടക്കുന്നത്. ഓക്കെ, വെൽ ഡൺ. ഐ തിങ്ക് നമുക്ക് ഓൾമോസ്റ്റ് ഒരു എന്താ പറയാ, നമ്മുടെ ഒരു ചിന്താമണ്ഡലം കൂടുതൽ വിപുലീകരിക്കേണ്ടതിന്റെയും അതോടൊപ്പം തന്നെ ആ വിപുലീകരണത്തിന്റെ സങ്കീർണതയൊക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഡിസ്കഷൻ ആണ് ഏതായാലും ആസഫ് നൂറാനി നടത്തി തന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് സമയം വൈകിയത് കൊണ്ട് 10 മണിയാണ് നമ്മൾ പറഞ്ഞ സമയം, ഒരു 12 മിനിറ്റ് കൂടി അധികം ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്കത് വൈൻഡപ്പ് ചെയ്യാം. കാരണം ഇതൊരു അത്രക്കും വിശാലമായ, ഇപ്പൊ നമ്മൾ പറഞ്ഞു തുടങ്ങിയപ്പോ തന്നെ ഇത് എവിടെ എത്തിയിട്ടില്ല. അത്രക്കും വലിയ ഒരു, ആർക്കാണ് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുക എന്നുള്ളതൊക്കെ നമ്മളിപ്പോ ഞാൻ ആലോചിക്കുകയാണ്. ശരിക്കും ഇസ്ലാം ശരീഅത്തിന്റെ ഒരു അകത്തളയിലേക്ക് വരുന്ന സമയത്ത് ഏത് സ്കോളർക്ക് ഇതിനൊരു സൊല്യൂഷൻ പറയാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് സാറ്റിസ്ഫൈ ആയിട്ട് ഒരു മറുപടി തരാൻ പറ്റും എന്നുള്ളതൊക്കെ വളരെയധികം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല ആ രീതിയിലേക്ക് പഠനങ്ങൾ വ്യാപിപ്പിക്കേണ്ടതുമാണ്. എനിവേ, നമ്മൾ കൂടുതൽ പ്രത്യേകിച്ച് നമ്മുടെ ദേവ വിദ്യാർത്ഥികളാണ്. ഇപ്പൊ നേരത്തെ പറയാം, യൂണിഫോം സിവിൽ കോഡൊക്കെ വരുന്ന സമയത്ത് ഇസ്ലാമിക ലോയെ അല്ലെങ്കിൽ ഇസ്ലാമിക ശരീഅത്തിനൊക്കെ എങ്ങനെ നമുക്ക് ഡേ ടു ഡേ ലൈഫിലൊക്കെ കൊണ്ടുവരും, അല്ലെങ്കിൽ നമ്മുടെ കർമ്മങ്ങളിൽ ഒക്കെ നമ്മൾ അതിനെ കൊണ്ടുവരും എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ആലോചിക്കണം. പിന്നെ ഒരു ഫിഖ്ഹുൽ അഖല്ലിയാത്തിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ സാധ്യതകളൊക്കെ നമ്മൾ എടുത്ത് കൂടുതൽ ആയങ്ങളിലേക്ക് ഇറങ്ങി പോകേണ്ടി വരും. എനിവേ, അത്തരത്തിലേക്ക് ഒരു ചർച്ച തുടക്കമിട്ട് തന്നതിന് പ്രിയപ്പെട്ട ആസഫ് നൂറാനിക്ക് എല്ലാവിധ സന്തോഷങ്ങളും ഞങ്ങളുടെ സംഘടനയുടെ പേരിൽ, പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ഇമേജിന്റെ പേരിൽ രേഖപ്പെടുത്തുകയാണ്. ഞങ്ങളോടൊപ്പം 1 മണിക്കൂർ സമയം ചെലവഴിച്ചതിന് അഗൈതമായ നന്ദി. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിനും അതുപോലെ തന്നെ നമ്മുടെ സമുദായത്തിനൊക്കെ ഖിദ്മത്ത് ചെയ്യാൻ ഉസ്താദിന് അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പഠനത്തിലും മറ്റിടപാടുകളെല്ലാം അള്ളാഹു നല്ല ബർക്കത്ത് നൽകി സമൂഹത്തിനും സമുദായത്തിനൊക്കെ ഉപകരിക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ആസഫ് നൂറാനിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംഗമത്തിൽ അറ്റൻഡ് ചെയ്ത മുഴുവൻ ആളുകൾക്കും ഹൃദയത്തിൽ നിന്ന് 1000 നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് 3 സലാത്തോടു കൂടി നമുക്ക് പിരിയാം. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ആസഫ് നൂറാനി, എ ബിഗ് എന്താ പറയുക, ഹാർട്ട് ഫെൽറ്റ് താങ്ക്സ്. ഓക്കെ, താങ്ക് യു.